Assalamualaikum friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബീഫ് പെപ്പർ റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റിയാണ്. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായി ക്ലീൻ ചെയ്ത് വെച്ച ബീഫാണ്. ഇനി ഇത് പ്രഷർ കുക്കറിലിട്ടിട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പൊടിയല്ല, നമുക്ക് ചതച്ചതാ വേണ്ടി ഇട്ട് കൊടുക്കാൻ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇനി മസാല തയ്യാറാക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് 5 or 6 വിസിൽ വരുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബീഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ സവാളൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഒന്ന് തക്കാളി കുക്കായി വരുന്ന വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ബീഫിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം പോണ വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ മസാല ഒക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ഗ്രേവിയൊക്കെ വറ്റി വരുന്ന വരെ നമുക്കിതൊന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം.
എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് നന്നായി ഡ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പൈസി ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ്, ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ നല്ല വീഡിയോസുമായി വരാം. താങ്ക് യു.